നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻ്റർനെറ്റ്? അത് ഈ വൈദ്യുതിയൊക്കെ പോലെ ദൂരെ എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. ഇനി ഭൂമിയിൽ എല്ലായിടത്തും ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? അത് ആ രാജ്യത്തെ ഗവൺമെൻറ് ആണോ, അതോ റിലയൻസ് ജിയോ ഒക്കെ പോലെ ഏതെങ്കിലും കമ്പനികളാണോ? ശരി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഇൻ്റർനെറ്റ്? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോണിലേക്കോ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ആ കണക്ടിവിറ്റിയാണ് ഇൻ്റർനെറ്റ് എന്നുകൊണ്ട് പറയുന്നത്. കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് ഇൻ്റർനെറ്റ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഉദാഹരണം ചിന്തിക്കാം. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതിരുന്ന പണ്ടത്തെ കാലത്തേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ഞാൻ അതിനകത്ത് ഒരു സിനിമ ഇട്ട് കാണാൻ വിചാരിക്കുന്നു. സിനിമ ഞാൻ കണ്ടു, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എനിക്കത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കൂടെ കാണിക്കണം. അതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, അവനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തി കാണിക്കാം. പക്ഷെ അവന് ഒരേ നിർബന്ധം, അവൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെ സിനിമ കാണണം. ഇപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് CD അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലെയുള്ള പെൻഡ്രൈവോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ കുത്തി അത് ഇതിനകത്തേക്ക് കോപ്പി ചെയ്തിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. അങ്ങനെ അവൻ്റെ കമ്പ്യൂട്ടറിൽ അവനത് ഇട്ട് കാണാൻ കഴിയും. ശരി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്ന സിനിമ അവന് കൊടുക്കാനും അവൻ കാണുന്ന സിനിമ എനിക്ക് തരാനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഐഡിയ കണ്ടുപിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ട് കമ്പ്യൂട്ടറുകളും പരസ്പരം കണക്ട് ചെയ്യാൻ, അതായത് ഒരു വയർ കേബിൾ ഉപയോഗിച്ചിട്ട് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇനി ഈ കണക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഇത് റോഡിലൂടെ വയ്ക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മണ്ണിൻ്റെ അടിയിലൂടെ ഈ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കമ്പ്യൂട്ടറുകളും പരസ്പരം കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രയോജനം എന്താണ്? ഞങ്ങൾക്ക് എന്ത് ഡാറ്റ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ശരി, ഇപ്പോൾ എൻ്റെ മറ്റ് 10 കൂട്ടുകാർ കൂടെ എൻ്റെ അടുത്ത് കൊണ്ട് പറയാണ് അവർക്കും ഇത്തരത്തിൽ സിനിമയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കമ്പ്യൂട്ടർ അവർ 10 പേരുടെ കമ്പ്യൂട്ടറുമായിട്ടും ഇത്തരത്തിൽ മണ്ണിൻ്റെ അടിയിലൂടെ കേബിൾ വലിച്ച് കണക്ട് ചെയ്യും. ഇപ്പം ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഡാറ്റ അല്ലെങ്കിൽ എന്ത് സിനിമ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എനിക്കും അവർക്കും മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പരസ്പരം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരാ സിനിമ അല്ലെങ്കിൽ ഡാറ്റ എനിക്ക് അയച്ചു തരും. ഞാനിത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവിടേക്ക് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് അവിടേക്ക് അയച്ചു കൊടുക്കും. ശരി, ഇപ്പം ഒരു 100 പേര് കൂടി എന്നെ സമീപിക്കുകയാണ്. ഇത്തരത്തിൽ അവർക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ആവശ്യമുള്ള സമയത്ത് അവർ ഡാറ്റ അയച്ചു തരും. ഇൻഫർമേഷനോ സിനിമയോ എന്തും ആയിക്കൊള്ളട്ടെ, എളുപ്പത്തിന് മനസ്സിലാവാനാണ് സിനിമ എന്ന് പറഞ്ഞത്. അത് അയച്ചു തരുന്നു. അത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വയ്ക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന ആർക്കാണോ അവർക്ക് അയച്ചു കൊടുക്കണം. ശരിക്കും 100 പേരെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ 100 പേരുടെ കമ്പ്യൂട്ടർ എൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു സംഗതിയാണ്? ഒരിക്കലും അല്ല. അതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ഇപ്പോൾ എന്നെ മറ്റൊരു കമ്പനി സമീപിക്കുകയാണ്. അവർ പറഞ്ഞു ഈ മണ്ണിൻ്റെ അടിയിലൂടെ കേബിൾ കണക്ട് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവരേറ്റെടുത്തോളും. അത് അവർ ചെയ്തോളും. അവർക്ക് അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രം. അതുപോലെ തന്നെ ഇവർ അയക്കുന്ന ഡാറ്റ മൊത്തം എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വയ്ക്കുന്നതാണ്. എന്നാലാണ് അതെനിക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് സേവ് ചെയ്ത് വയ്ക്കുന്നതിന് എനിക്ക് കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഹാർഡ് ഡിസ്ക് കാര്യങ്ങൾ മേടിക്കുന്നതിനും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവാകും. ഇനി ഇവരയക്കുന്ന ഡാറ്റ കൃത്യമായിട്ട് ഇവർ പറയുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ, കൃത്യസമയത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് കൂടുതൽ എംപ്ലോയീസിനെ ആവശ്യമായിട്ട് വരും. അവർക്കും എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. അപ്പം ഇതിനൊക്കെ പൈസ ആവശ്യമായിട്ട് വരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, ശരി, ഞാനിത് ചെയ്തു കൊടുക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവരുടെ അടുത്ത് ഒരു നിശ്ചിത തുക ഇവരുടെ അടുത്ത് നിന്നും മേടിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്ര ക്യാഷ് തരികയാണെങ്കിൽ ഇത്ര ലിമിറ്റഡ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്ങനെ അവരിൽ നിന്ന് ഞാൻ പണം വാങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇൻ്റർനെറ്റ്. അല്ലെങ്കിൽ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഉദാഹരണത്തിൽ കണ്ടതുപോലെയാണ്. ഇത് നേരെ റിയൽ ലൈഫിലേക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
അതായത് ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നത്. അതായത് എനിക്കാണല്ലോ അവർ ഡാറ്റ കാര്യങ്ങൾ അയച്ചു തന്നുകൊണ്ടിരുന്നത്. അതേപോലെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആര് സേവ് ചെയ്ത് വയ്ക്കുന്നു? യൂട്യൂബിൻ്റെ ഡാറ്റ സെൻറ്റർ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഡാറ്റ സെൻറ്ററിൽ GB കണക്കിനും ഒക്കെ വരുന്ന ഈ വീഡിയോസ് സേവ് ചെയ്ത് വയ്ക്കും. തുടർന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് അതിനകത്തൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡാറ്റ സെൻറ്ററിൽ നിന്നും നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ വീഡിയോ അവരവിടെ നിന്നും അയച്ചു തരികയാണ് ചെയ്യുന്നത്. ശരി, ഇത് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് അയച്ചു തരുന്നത്? ഒരുപക്ഷെ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് സാറ്റലൈറ്റ് വഴിയായിരിക്കും ഇതായിരിക്കുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ കണ്ടതുപോലെ മണ്ണിന്റെ അടിയിലൂടെ വലിച്ചിരിക്കുന്ന ഒപ്റ്റിക് ഫൈബർ കേബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ശരി, ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾസ് അവിടെ നിന്ന്, അതായത് ഇപ്പം യൂട്യൂബിന്റെ ഡാറ്റ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണെങ്കിൽ അമേരിക്ക തൊട്ട് ഇവിടെ വരെ ഇത് മണ്ണിന്റെ അടിയിലൂടെ തന്നെയാണ് വലിച്ചിരിക്കുന്നത്. അത് ഡാറ്റ സെന്ററിൽ നിന്ന് വലിച്ച് എവിടെ വരെ എത്തിക്കുന്നു? കടൽ വരെ എത്തിക്കുന്നു. തുടർന്ന് കടലിന്റെ അടിയിലൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. കരയിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ മലയും റോഡും കുന്നും ഓരോന്നും ഒക്കെ താണ്ടി ഇവിടേക്ക് എത്തുക എന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക് ഫൈബർ കേബിൾസിന്റെ 99% സഞ്ചരിക്കുന്നത് കടലിന്റെ അടിയിലൂടെയാണ്. ശരി, കടലിന്റെ അടിയിലൂടെ വന്ന് അത് ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ഇന്ത്യയിൽ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അത് ഇവിടെയുള്ള എയർടെൽ, ജിയോ ഒക്കെ പോലെയുള്ള പ്രൈവറ്റ് കമ്പനീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾസ് വലിക്കുന്നത് മറ്റു പല കമ്പനികളുമാണ്. അത് അവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള കമ്പനികളുടെ ടവറുകളിൽ അതിന്റെ ബേസിൽ ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. തുടർന്ന് ആ ടവറിൽ നിന്ന് നേരെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഈ ഇന്റർനെറ്റ് ലഭ്യമാണ്. ഇനി അതല്ല എന്നാണെങ്കിൽ നമ്മളിപ്പം വീടുകളിൽ വെച്ചിരിക്കുന്ന വൈഫൈ മോഡം എങ്ങനെയാണ്? ഒപ്റ്റിക് ഫൈബർ കേബിൾസ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കുത്തിയിരിക്കുകയാണ്. അതായത് ഈ കടൽ വരെ എത്തിയിരിക്കുന്ന ഒപ്റ്റിക് ഫൈബർ കേബിൾസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ദാതാക്കളുടെ അടുത്തേക്ക് ഇതേപോലെ തന്നെ കേബിൾസ് ആയിട്ട് എത്തുന്നു. ആ കേബിൾസ് അവർ നമ്മളുടെ വീടുകളിലേക്ക് വലിച്ച് കൊണ്ടുവന്ന് എത്തിക്കുന്നു. അതാണ് വൈഫൈ മോഡത്തിനെല്ലാം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ലഭ്യമാകുന്നത്. ശരി, ഇനി ഒരു വീഡിയോ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലേക്ക് അവർ അയച്ചു തരുന്നത്? അതിനാണ് IP അഡ്രസ്സ്. നമ്മുടെ വീടിനൊക്കെ അഡ്രസ്സ് ഉള്ളതുപോലെ തന്നെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആകുന്ന എല്ലാ ഡിവൈസസിനും അവരൊരു അഡ്രസ്സ് കൊടുക്കും. ഇത് വീടിന്റെ ഒക്കെ അഡ്രസ്സ് പോലെ പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു അഡ്രസ്സ് അല്ല. മറിച്ച് നമ്മൾ ഓരോ തവണ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് തരുന്നത് വ്യത്യസ്തമായ IP അഡ്രസ്സുകളായിരിക്കും. എന്തിനാണ് ഈ IP അഡ്രസ്സ്? നമ്മൾക്ക് വീഡിയോ ഒരു അയച്ചു തരികയാണെന്ന് കണ്ടല്ലോ. അത് നമ്മളൊരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ IP അഡ്രസ്സിൽ നിന്ന് അവരുടെ, അതായത് യൂട്യൂബിന്റെ IP അഡ്രസ്സിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. ഈ റിക്വസ്റ്റ് എവിടെ നിന്നാണ് വന്നത്? കൃത്യമായി ആ അഡ്രസ്സിലേക്ക് തന്നെ യൂട്യൂബ് ഈ വീഡിയോസ് അയച്ചു കൊടുക്കും. ഇനി ഈ വീഡിയോസ് അയക്കുന്നത് ഒരൊറ്റ ഫുൾ വീഡിയോ ഒരൊറ്റ വലിയ ബണ്ടിലായിട്ടായിരിക്കില്ല അയക്കുന്നത്. ഈ വീഡിയോസിനെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ഈ പാക്കറ്റ്സ് വരുന്നത് കൃത്യമായ വീഡിയോയുടെ ഓർഡറിൽ നിരയായിട്ടായിരിക്കില്ല വരുന്നത്. മറിച്ച് ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ, ഒരുപക്ഷെ പല ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ ട്രാഫിക് അനുസരിച്ചിട്ട് പല കേബിളിലൂടെ നമ്മുടെ ഫോണിലേക്ക് വരികയും ഫോണിൽ വന്നതിന് ശേഷം ഇത് കൃത്യമായ ഓർഡറിൽ ആവുകയുമാണ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്റർനെറ്റിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുന്നത്? നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ കണ്ടതുപോലെ ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾ ഭൂമിയുടെ അടിയിലൂടെ വലിക്കുന്നതിന്, അതുപോലെ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഡാറ്റ നമുക്ക് അയച്ചു തരുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും, അതേപോലെ ഇവിടെ ടവർ സ്ഥാപിക്കുന്നതിനും, അങ്ങനെ അതിന്റെ പിന്നിൽ ഇവർ നടത്തുന്ന ഈ സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പണം കൊടുക്കേണ്ടി വരുന്നത്. ഇനി നമ്മൾ പണം കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് ഈ ഡാറ്റ അയച്ചു തരുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ ചെറിയ പാക്കറ്റ്സിനെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രൊവൈഡേഴ്സ് അതിനെ തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ആ പാക്കറ്റ്സിനെ അളക്കുന്നതിനുള്ള യൂണിറ്റ്സ് ആണ് ജിഗാബൈറ്റ് അല്ലെങ്കിൽ GB അല്ലെങ്കിൽ മെഗാബൈറ്റ് അല്ലെങ്കിൽ MB. ഈ യൂണിറ്റ്സ് വെച്ചിട്ട് ഇവർ അളക്കുന്നു. അതായത് 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? തുടർന്നുള്ള ഡാറ്റ നിങ്ങളിലേക്ക് വരാതെ തടയുന്നു.
ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരന് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ മെസ്സേജ് നേരെ എൻ്റെ ഫോണിൽ നിന്ന് കൂട്ടുകാരൻ്റെ ഫോണിലേക്കാണോ പോകുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ ആദ്യം ഉദാഹരണത്തിൽ കണ്ടതുപോലെ ഇത് അവർക്ക് പരസ്പരം ഇങ്ങോട്ട്, അതായത് കസ്റ്റമേഴ്സിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റില്ല. പകരം കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ട് ഞാനായിരുന്നു അയച്ചു കൊടുത്തിരുന്നത് അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജ്, ഞാൻ അയക്കുന്ന മെസ്സേജ് നേരെ വാട്സപ്പിന്റെ ഡാറ്റാ സെന്ററിലേക്കാണ് പോകുന്നത്. വാട്സപ്പിന്റെ ഡാറ്റാ സെന്ററിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം ഒരു സെക്കൻഡിൽ താഴെ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ അയക്കുന്ന മെസ്സേജ് നേരെ ഇവിടുന്ന് ഫോൺ വഴിയാണ് അയക്കുന്നതെങ്കിൽ ഫോണിൽ നിന്ന് നേരെ ടവറിലേക്ക് ചെല്ലുന്നു. ടവറിൽ നിന്ന് നേരെ ഒപ്റ്റിക് ഫൈബർ കേബിൾ വഴി ഡാറ്റാ സെന്ററിൽ, വാട്സപ്പിന്റെ ഡാറ്റാ സെന്ററിൽ ചെല്ലുന്നു. തുടർന്ന് അവിടെ നിന്ന് അതേപോലെ തന്നെ ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ ടവറിലേക്ക് വരുന്നു. ടവറിൽ നിന്ന് കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് വരുന്നു. ഇതെല്ലാം മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ശരി, നമ്മളിപ്പം ഫോൺ റീചാർജ് ചെയ്തിട്ടില്ല, എൻ്റെ കൂട്ടുകാരൻ ഫോൺ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ അയക്കുന്ന മെസ്സേജ് നേരെ വാട്സാപ്പിന്റെ ഡാറ്റാ സെന്റർ വരെ പോകും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അവർ തടയും. ഇവൻ എപ്പോഴാണോ ഫോൺ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഡാറ്റാ സെന്ററിൽ നിന്ന് ആ മെസ്സേജ് ഇവന്റെ ഫോണിലേക്ക് വരുന്നത്. അതുവരെ ആ മെസ്സേജ് അവരവിടെ സൂക്ഷിച്ചു വെക്കും. ശരി, അങ്ങനെയെങ്കിൽ ആരാണ് ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഇന്റർനെറ്റ് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല. എന്നാൽ ഇന്റർനെറ്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സ് ആവശ്യമാണ്. അതുപോലെ ഡൊമൈൻ നെയിംസ് കാര്യങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം കൃത്യമായിട്ട് അവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പേരാണ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇവരാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള IP അഡ്രസ് ലഭ്യമാകുന്നു എന്നുള്ളതും അതുപോലെ ഡൊമൈൻ നെയിംസ് ലഭ്യമാകുന്നു എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തുന്നതും അതിന്റെ ഇന്റർനെറ്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതെല്ലാം ഇവരാണ്. ശരി, ഇപ്പോൾ എന്താണ് ഇന്റർനെറ്റ് എന്നും ഇന്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് വൈദ്യുതി പോലെ മറ്റെവിടെയെങ്കിലും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരുന്ന ഒന്നല്ല, മറിച്ച് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ആ കണക്ടിവിറ്റിയെയാണ് ഇന്റർനെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ശരി, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും അറിയാനും അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ അറിയാൻ താല്പര്യമുള്ള മറ്റു വിഷയങ്ങളും നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. താങ്ക് യു.